അണവാക്കി റൂഹുല്ലമീൻ തൻമോളിയ അമ്പൻ പൂകൾ അറേബ്യയിൽ മുഹമ്മദ് പ്രവാചകത്വത്തിന്റെ ദൃഷ്ടാന്തമായി ചന്ദ്രനെ രണ്ടായി പിളർത്തി. ആകാശത്ത് വെളിപാട് കണ്ട ചേരമാൻ പെരുമാൾ കേരളത്തിൽ നിന്ന് കടൽ കടന്ന് സത്യവിശ്വാസം തേടിപ്പോയി. രാജ്യം ഉപേക്ഷിച്ച പെരുമാളിന് ശേഷം സഹോദരി ശ്രീദേവിയുടെ മകൻ മഹാബലി മുഹമ്മദ് അലി എന്ന പേരുമാറി ഇസ്ലാമായി. അങ്ങനെ കേരളത്തിലെ ഏക രാജവംശമായ അറക്കൽ കുടുംബത്തിന് തുടക്കമായി. അറക്കൽ രാജാക്കന്മാർ ആലിരാജ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടു. എണ്ണം കൃത്യമല്ലാത്ത ഏതോ ആലിരാജാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഒരു മുക്കുവൻ തന്റെ കാണിക്ക കാഴ്ചവെക്കാനെത്തി. മെയ്വഴക്കവും താളബോധവും കൊണ്ട് സദസ്സിനെ വിസ്മയിപ്പിച്ച ഒരു പുതിയ കലാരൂപമായിരുന്നു മുക്കുവന്റെ കാഴ്ചവെപ്പ്. കാലാന്തരത്തിൽ ആ കലാരൂപത്തിന് കോൽകളി എന്നു പേര് വന്നു. ആലിരാജാവിന് മുന്നിൽ തന്റെ കലയെ കാണിക്കവെച്ച ആ മുക്കുവനായിരുന്നു കോൽകളിയുടെ ആദി ഗുരു. പേര് പൈതൽ മരക്കാർ. കണ്ണൂർ കൊട്ടാരത്തിൽ കോൽക്കളി ആദ്യമായിട്ട്, അതായത് ഒരു പൊതു സദസ്സിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് പൈതൽ മരക്കാൻ എന്ന് പറയുന്ന ഒരു മുക്കുമ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയതാണെന്നാണ് കൂടുതൽ ആളുകളും പറയൽ. പക്ഷേ ആധികാരികമായിട്ട് എവിടെയും ഇത് എഴുതി വെക്കുകയെ രേഖാമുഖാന്തരം ഇല്ല. പൈതൽ മരക്കാന്റെ ശിഷ്യന്മാർ കോൽകളിയെ കേരളത്തിൽ ഒട്ടുക്കു വ്യാപിപ്പിച്ചു. അതിന്റെ വകഭേദങ്ങളുണ്ടായി. തെക്കിനും വടക്കിനും വെവ്വേറെ താളങ്ങളായി. കോൽകളി തെക്കൻ, വടക്കൻ, മധ്യമലബാർ, തിരുത്ത് കോൽക്കളി, നാടൻ കലാരൂപമായതുകൊണ്ട് ഓരോ ഭാഗത്ത് ദേശവൈവിധ്യം നല്ലോണം ഉണ്ട്. വേദിയെ അടക്കി ഭരിച്ചുകൊണ്ടാണ് മരക്കാന്റെ ശിഷ്യന്മാർ മൂന്നാം ദിനം കലോത്സവ നഗരി വിട്ടത്. ബബീഷ് കക്കോടിക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.